സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഇവിടെ മലബാർ ക്ലോസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കൊണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. മലബാർ ക്ലോസ് വീടാണോ എന്താ പരിപാടി എന്ന് അറിയത്തില്ല. ഇവിടെ ആരോടെങ്കിലും ചോദിക്കണം എന്താ പറയുക. മലബാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും സംഭവം ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഹലോ, ഡു യു നോ വാട്ട് ഈസ് ദിസ് മലബാർ ക്ലോസ്? Yeah, what is that? That's the name of the neighborhood. Oh, it's the name of the neighborhood. The name of the neighborhood, yeah. Really? Yeah, the name of Malbar Close, that's the name of the neighborhood. Okay. So, I come from India, so we have a region called Malabar. yeah, and that's what? India. Yeah. Yeah. But this is just the name of the neighborhood, like, you know, in that's Malbar Close, yeah. Oh, okay. It's just the name of the neighborhood, like, you know. Okay, okay. Thank you. Yeah. Appreciate. Yeah. Yeah. India. See you, India. Cricket, yeah, cricket. You play cricket? I play cricket, I'm from Australia. Okay. I like Australia. Okay, you like Australia? I like Australia. I'm not West Indies then. Australia. You're not West Indies? Nah. You don't like West Indies? No, but because I'm black, I No, I didn't mean that. No, I'm just saying, I know that. Yeah. But I'm saying, I used to work up Bianca restaurant. I know the guy, the chef or whatever. Okay. I know the real name, but that's India. Okay. They work like that. India's good. Yeah. But that's my team. Okay. All the best. See you. Nice to meet you. Yeah, but that is just the name of like the neighborhood. Okay. Okay. Fine. Thank you. Yeah. Thank you. Yeah. Goodbye. ഇവിടുത്തെ ഒരു നെയ്ബർഹുഡിൻ്റെ പേരാണ് മലബാർ ക്ലോസ് എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇനി മലബാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി ഇവിടെ വല്ല മലബാറിന്ന് കുടിയേറിപ്പാർത്ത് ആരെങ്കിലും എന്തെങ്കിലും സെറ്റപ്പ് ആണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു. അല്ല, ഞാനിപ്പോൾ പോകുന്ന ഈ റോഡിൻ്റെ പേരും മലബാർ റോഡെന്നാണ്. മലബാർ റോഡ്, അങ്ങ് ബർമിയുടെ മലബാർ റോഡ്, മലബാർ ക്ലോസ്. കൊള്ളാം അല്ലേ? ആ ചേട്ടൻ എത്ര നന്നായിട്ടാണ് സംസാരിച്ചെന്ന് നോക്കിയേ. വളരെ അടിപൊളിയായിട്ട്. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും അങ്ങനെയാണ്. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഗ്ലാസ് ബീച്ച്. ദിസ് ബീച്ച് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് വെഡ്കോ ആൻഡ് റിമെയിൻസ് ഓപ്പൺ ആൻഡ് ആക്സസിബിൾ ഫോർ ദ എൻജോയ്മെൻറ്റ് ഓഫ് ഓൾ റെസിഡൻസ്. ബീച്ച് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് വെഡ്കോയോ? അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രൈവറ്റ് ബീച്ചൊക്കെ ഉണ്ടോ? ദൈവമേ, അതെന്നാ പരിപാടിയാടാവേ. വാവ്, ഇത് നോക്ക് ഗൈസ്, ഒരു കിട്ടില്ലം ബീച്ച്. ആ ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട് ഞാൻ റെഡിയായി പോവുകയാണ്. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മൾ ബീച്ചിലാണ്. അതായത് ഇവിടെയുള്ള ഏതൊക്കെ ബീച്ചുണ്ടോ അങ്ങനെയുള്ള കൊള്ളാവുന്ന ബീച്ചുകളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള പരിപാടിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ദിസ് ഈസ് നൈസ് മാൻ. അടിപൊളി. ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതൊരു പ്രൈവറ്റ് ബീച്ച് പോലെ, ആരുമില്ലാത്തൊരു ബീച്ച്, ഒരു കുഞ്ഞ് ചെറിയ സ്ഥലം. ഇവിടെ ആൾക്കാർക്ക് വന്ന് റിലാക്സ് ചെയ്യാം, എൻജോയ് ചെയ്യാം. പിന്നെ എന്താ പറയുക, നൈസ്. എന്ത് കിടിലം സാധനം, എന്ത് കിടിലം ബീച്ചാന്ന് ചോദിക്കുക. അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഷാലോ വാട്ടറുള്ള ഏരിയ, ഒരു കിടിലൻ ഏരിയ, നല്ല നീറ്റായിട്ട് കിടക്കുന്ന കിണ്ണം ബീച്ച്. പൊളിച്ച്. നമുക്ക് ആദ്യം തുണിയൊക്കെ മാറാം. ഈ ബീച്ചിലിടാൻ പറ്റുന്ന കോസ്റ്റ്യൂം അല്ലല്ലോ. വി നീഡ് ടു ചേഞ്ച് ദ കോസ്റ്റ്യൂം ഗൈസ്. ഫുൾ സെറ്റപ്പിൽ ഞാൻ വന്നേക്കുന്നത്. ഫുൾ ചേഞ്ച് കോസ്റ്റ്യൂമും പരിപാടികളൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതെനിക്ക് തോന്നുന്നൊരു അനാശാസ്യ കേന്ദ്രമാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ മൊത്തം ചില്ലും കുപ്പിയും അതേപോലെ തന്നെ കുപ്പിച്ചില്ലും ബാക്കിയുള്ള സംഭവങ്ങളും കുപ്പിച്ചില്ല് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്ന ആൾക്കാർ ഇവിടെ അനാശാസ്യമൊന്നും ഇല്ലല്ലോ. ഇവിടെ ആൾക്കാർ എനിക്ക് തോന്നുന്നു മേ ബി കള്ളു കുടിക്കാനൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. ഇത് എന്തുവാണെന്നറിയില്ല. ഇവിടെ ബീച്ചിലല്ല ഇത്തരത്തിലുള്ള ചില്ല്. ഇത് ചില്ലാണോ? അത് കൂർത്ത കഷ്ണമല്ല കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനത്തെ ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഇതിന് ചില്ല് തന്നെ അല്ലേ? ഇത് കുപ്പി ചില്ലാണ്. പക്ഷേ ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ അത് വളരെ നീറ്റായിട്ട് വെച്ചിരിക്കുന്നു. അത് കാലെ കൊണ്ട് കയറുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം പൊളിയാണ്. വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നോക്കാം. ഞാനിവിടെ നിൽക്കുമ്പോഴത്തേക്കിനും 2 അപ്പൂപ്പന്മാർ വന്നപ്പുറത്ത്. നൈസ്. നല്ല ഷാലോ വാട്ടർ, ആഴമൊന്നുമില്ല. ഇതിങ്ങനെ കല്ലാണ് താഴെ. സോ ദാറ്റ്സ് നോട്ട് ആക്ച്വലി സേഫ്. ഞാൻ എൻ്റെ ഗോപ്രോ എടുത്തില്ല. ഗോപ്രോ ആണ് ഞാൻ കാണിച്ചിരുന്നത്. ഇവിടെ ഫിഷ് ഉണ്ട്. ഇവിടെ താഴെ ചെറിയ കുഞ്ഞു മത്സ്യങ്ങൾ, പല കളറിലുള്ള കുഞ്ഞു മത്സ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി ഫിഷ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങിയല്ലേ, ഒന്ന് മുങ്ങിയിട്ട് പോവാം.
ഇനി ശരിക്കും ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ നനഞ്ഞതിന് ശേഷം ഇങ്ങനെ പോയി ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ആദ്യം കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് പ്രത്യേക സുഖമാണ്. ഇവിടെ അങ്ങനെ എല്ലാവരും നടക്കുന്നത്. ഞാനേ ഉള്ളൂ അത്യാവശ്യം തുണിയൊക്കെ കൊടുത്ത് നടക്കുന്നത്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ തുണി കൊടുക്കാതെ നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് പോകുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക സുഖമാണ്. ഇനിയിപ്പം നമ്മളിനി അടുത്ത ബീച്ചിലെത്തിയപ്പോൾ ഇങ്ങനെ ഉടങ്ങിക്കോളും. ഇവർ ഇങ്ങനെ ഭംഗിയാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. പക്ഷെ ഇതെങ്ങനെയായിരിക്കും ഇങ്ങനെ ചെയ്തേക്കുന്നത് എനിക്കറിയത്തില്ല. അത് നോക്കി, ആ കുപ്പിച്ചില്ലിൻ്റെ കഷ്ണങ്ങളാണ് കണ്ടോ. ആ പെബിൾ ബീച്ച് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കുപ്പിച്ചില്ലിൻ്റെ കഷ്ണങ്ങൾ, ബിയർ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് അതെങ്ങനെയായിരിക്കും ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിങ്ങനെ കളർഫുൾ ആയിട്ട് നടക്കുകയാണ്. അതുകൊള്ളാല്ലേ. ഇത് ഇന്നലെ എങ്ങാണ്ട് എന്തൊക്കെയോ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് തന്നെ ഫിഷിനെ പിടിച്ചിട്ട് ആ ഫിഷിൻ്റെ സാധനം അതിനകത്ത് കിടപ്പുണ്ട്. ഇവരെന്തോ പാചകമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പാത്രമൊക്കെ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരോ ലോക്കൽസൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവരുടെ പാചകത്തിൻ്റെ സെറ്റപ്പ് ഉണ്ടോ, അവിടെ എന്തോ സെറ്റപ്പ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ഒരു ബോട്ടുണ്ട്, ഒരു വള്ളമുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഊഞ്ഞാല ആരോ എനിക്ക് വേണ്ടി ഒരു ഊഞ്ഞാലുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇച്ചിരി തണലുണ്ട് ഇവിടെ, ആ തണലത്ത് നിന്ന് ഊഞ്ഞാല ഗൈസ്. ഇങ്ങനെ ബീച്ചിൽ മൊത്തം ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ബീച്ചിന് ഗ്ലാസ് ബീച്ച് എന്ന് പറഞ്ഞ് പേര് കൊടുത്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കിയെടുത്ത ഒരു ബീച്ചാണ്. അവിടെ അങ്ങ് ദൂരെ എനിക്ക് ഒരു ക്രൂസ് ഷിപ്പ് വരുന്നതും പോകുന്നതും ഒക്കെ കാണാൻ. വരുന്നതാണോ പോകുന്നതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ, എന്തൊരു ഭംഗിയാണിത്. സങ്കല്പ ഗന്ധർവ ലോകത്തിലോ, തീരങ്ങളിൽ താരങ്ങൾ. ഒരു തവണ കണ്ടാൽ രണ്ടാമത് വീണ്ടും കാണുമ്പം അവർ നമ്മളെ ഫ്രണ്ട്സായി. അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത, മനസ്സിലായില്ലേ? കുഞ്ഞു രാജ്യമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്ക ആൾക്കാർക്കും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. യെസ്, ഇംഗ്ലീഷുകാരാണല്ലോ അവരും. സോ അവരെല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി എന്താ പറയുക, ചാമിങ് പ്ലേസ്, നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ്, കിടിലൻ സ്ഥലം. ഐ ആം ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ്. ഓ മൈ ഗോഡ്, ഐ ആം ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ്. അങ്ങനെ നനഞ്ഞ നിക്കറും നനഞ്ഞ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഇത് ഫണ്ണാട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫണ്ണായിരിക്കും. ഞാൻ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ടാൻ അടിച്ച് ഒരു പരുവായിട്ടായിരിക്കും എത്തുന്നത്. ഇത് നമ്മൾ 2-3 മാസം മൊത്തം കരീബിയൻ, വെസ്റ്റ് ഇൻഡീസ് ഐലൻഡുകളിലൂടെയുള്ള യാത്രകളാണ് ഗൈസ്. വാവ്, എൻ്റെ പൊന്നു, എന്താല്ലേ. അവിടെ ഒരു ഐലൻഡ് കണ്ടോ? ആ കാണുന്ന ഐലൻഡിൻ്റെ പേരാണ് മലബാർ ഐലൻഡ് എന്ന് പറഞ്ഞത്, ആ കുഞ്ഞ് ഐലൻഡ്. ഞാനിപ്പോൾ എവിടെയെന്നറിയാമോ? ഞാൻ നിൽക്കുന്നതാണ് മലബാർ എന്ന് പറയുന്ന, ബർമുഡ എന്ന് പറഞ്ഞ രാജ്യത്തെ മലബാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന മലബാർ എന്ന് പറഞ്ഞ പ്രദേശം, അതായത് നമ്മൾ ഓരോ നാട്ടിലും ഓരോ സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അങ്ങനെ ബർമുഡ എന്ന് പറഞ്ഞ രാജ്യത്ത് മലബാർ എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാനിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇവിടെ ഇങ്ങനെ മലബാർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതുണ്ട്. എന്നാൽ പിന്നെ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ഇത് മലബാർ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു പ്രദേശമാണെന്ന് മനസ്സിലായത്. ഈ കാണുന്ന കുഞ്ഞ് ഐലൻഡാണ് മലബാർ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഐലൻഡിൻ്റെ പേര് മലബാർ ഐലൻഡ് എന്നാണ്. എന്തിനാണ് അവരങ്ങനെ പേര് കൊടുത്തിരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും മലബാറുകാർ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്നും എനിക്കറിയത്തില്ല. എന്തായാലും മലബാർ ഐലൻഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിന് നടുവിൽ അവരെന്തോ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നുമില്ല. വേറെ ഈ കാണുന്ന എന്താ പറയുക, കുറച്ച് കണ്ടൽ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതാണ് മലബാർ എന്ന് പറയുന്ന സ്ഥലം, മനസ്സിലായില്ലേ? ബർമുഡ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തെ ഐലൻഡ് രാജ്യത്തെ മലബാർ എന്ന് പറഞ്ഞ പ്രദേശമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ എം ആക്ച്വലി ഫീലിംഗ് ഹംഗ്രി. അപ്പോൾ ഇവിടെ ഒരു പിസ്സേറിയ എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം കാണാം. സോ ഐ തിങ്ക് യു വിൽ ഗെറ്റ് സം പിസ്സ ഓവർ ഹിയർ. ഇതെന്താ സംഭവം? ഇത് ഒരു പിസ്സ, എന്താ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷുവർ, ലെറ്റ് മീ get something. Hi, how are you? Can I see how big is that piece? Okay, I'll go for this veg. Yeah, that's enough. Yeah, veg. Sorry. ഞാൻ അവിടെ നിന്നൊരു ചെറിയ കുഞ്ഞി പിസ്സയുടെ കഷ്ണം വാങ്ങിച്ചു. സ്മോൾ പിസ്സ. ഇതിന് $7. വെജ് പിസ്സയാണ്, വെജ് പിസ്സ, ക്രിസ്പി തിൻ ക്രസ്റ്റ് പിസ്സ. ഇറ്റലിനെ കാട്ടി അടിപൊളി പിസ്സ കിട്ടുന്നത് അമേരിക്കയിലാണ്. പോരാ, നമ്മുടെ നാട്ടിലെ ഒരു പിസ്സ വാങ്ങി കഴിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ ഒരു സ്ലൈസ് ആണെങ്കിലും സ്ലൈസായിട്ട് കിട്ടില്ലല്ലോ, ഒരു പിസ്സ വാങ്ങി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അര ദിവസത്തെ കൂലിയെങ്കിലും വേണ്ടേ ഒരു സാധാരണക്കാരന്? ഒരു 400 രൂപ 500 രൂപയെങ്കിലും ആവില്ലേ? ഇവിടെ 1 മണിക്കൂറത്തെ വേതനം മതി ഒരു കഷ്ണം പിസ്സ വാങ്ങിച്ച് കഴിക്കാൻ. 1 മണിക്കൂർ $7. 1 മണിക്കൂറത്തെ വേതനം എന്ന് പറഞ്ഞാൽ $17 മിനിമം കിട്ടും. അത്രയും പോലും വേണ്ട.
അടുത്തൊരു കിടിലൻ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബെഞ്ച് പണിത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇൻ ലവിങ് മെമ്മറി ഓഫ് ജീൻ തോമസ് ഹു ലവ്ഡ് ഹിസ് ഐലൻഡ് ആൻഡ് ദിസ് വ്യൂ. 1939 ജനിച്ച് 21 മരണപ്പെട്ട ജീൻ തോമസിന് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ആയിരുന്നു ഈ കാണുന്നത് എന്ന് പറയുന്നത്, അതായത് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം അല്ലേ. ഇവിടെ താഴെ ഒരു ബീച്ചുണ്ട്. ആ ബീച്ച് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ബീച്ചാണ്. ഇവിടെ ഒരു ഹാമിൽട്ടൺ ഹോട്ടലുണ്ട്, പ്രിൻസസ് ഹാമിൽട്ടൺ ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഹോട്ടലിൻ്റെയാണ് ആ താഴെ കാണുന്ന ബീച്ച് എന്ന് പറയുന്നത്. അതായത് ആലോചിക്കുക, നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ, ദാറ്റ് ബീച്ച് ഈസ് ഓൺഡ് ബൈ, അല്ലെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ഈസ് ഓൺഡ് ബൈ എ പ്രൈവറ്റ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ വി ഇമാജിൻ? നോ റൈറ്റ്, ഇല്ലല്ലോ അല്ലേ. സോ അങ്ങനെയാണ് ഇവിടെ പല സ്ഥലങ്ങളിലും പല ബീച്ചുകളും പല സംഭവങ്ങളും. ഇവിടെ നിന്ന് മാത്രമല്ല പല രാജ്യങ്ങളിലും അത് പ്രൈവറ്റ്ലി ഓൺ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ബീച്ചിൻ്റെ സമീപത്ത് നിങ്ങൾക്കത് കെട്ടിയടച്ച് നിങ്ങളുടെ മാത്രമാക്കി മാറ്റാം. അങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കുക. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു കോവ് പോലെ കിടക്കുക, കോവെന്ന് പറയാൻ വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്തെ ഇങ്ങനെ ചുറ്റി കയറിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ധാരാളം ആളുകൾ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുന്നതും കിടക്കുന്നതും കുടിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് അനദർ ലക്ഷറി ഹിയർ. മിനിമം ഒരു 1.5 ലക്ഷം രൂപ വേണ്ടി വരും അവിടെ താമസിച്ച ബീച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതെല്ലാം പ്രൈവറ്റ് ബീച്ചാണ് കേസ്. കണ്ടോ ആ വീട് കണ്ടോ, ആ വീട് അവിടെ ഈ താഴെ ഒരു ബീച്ചുണ്ട്, അത് പ്രൈവറ്റ് ബീച്ച്. അപ്പുറത്തെ ബീച്ച് പ്രൈവറ്റ് ബീച്ച്. നല്ല അടിപൊളി ബീച്ചുകൾ എല്ലാം ഉണ്ട്, പക്ഷേ അതൊക്കെ പ്രൈവറ്റ് ബീച്ചുകൾ. താഴെ ഒരു ഗോൾഫ് കോഴ്സ് വരെ ഉണ്ട്. കൊള്ളാവുന്ന ബീച്ചുകളെല്ലാം പ്രൈവറ്റ് ബീച്ചുകളാണ്. സാധാരണക്കാരൻ എവിടെ പോവും? ഞാനിപ്പോൾ ഒരു പബ്ലിക് ബീച്ച് കണ്ടുപിടിച്ചു. ആ ബീച്ച് എന്ന് പറയുന്നത് ഹോഴ്സ് ഷൂ ബേ ബീച്ച് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബർമുഡ എന്ന് പറയുന്ന ഈ രാജ്യത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു വലിയൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങും മറ്റുമൊക്കെ ഉണ്ട്. സോ ഞങ്ങളുടെ വണ്ടി എൻ്റെ പാർക്ക് ചെയ്തു ആൻഡ് വി ഗോ ഡൗൺ. ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പാർക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്കൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ടൽ കാടുകൾ പോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിൽ പല സ്ഥലത്തായിട്ട് ഇതുപോലെ പല സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ്. അതൊന്നും നശിപ്പിക്കാൻ പാടില്ലല്ലോ. കയറി വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇവിടെ ഫ്രീ ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി, നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം വിത്ത് ഔട്ട്ഡോർ ഷവർ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് സ്ഥലമുണ്ട്. ഇത് കിടുക്ക സ്ഥലം, അതായത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് കിടുക്കാച്ചിയാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു കഫേ ഉണ്ട് ആൻഡ് ഈ കാണുന്നതാണ് ബീച്ച്. അത് കൊള്ളാമല്ലോ സംഭവം. ഇതിലും ബ്യൂട്ടിഫുൾ ബീച്ചസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ദിസ് കഫേ ഈസ് നൈസ്. അവിടെ കള്ളു കുടിക്കാം, അതാണ് സംഭവം. നമുക്കിപ്പോൾ കള്ളു കുടിക്കാൻ പറ്റില്ലല്ലോ, വണ്ടി ഓടിക്കണ്ടേ. സോ വി കൻ ട്രൈ. ഹായ്, ഹൗ ആർ യു? Fantastic. Which is the best beach in Bermuda? No such thing. Wherever you're at, that's going to be the best one. No, what's your best? Wherever I'm at, it's going to be the best. So this is your best beach, right? For now. Depends what you're looking for. Which is your favorite one? Which is your favorite one? Tell me the favorite one. Thank you. Have a good one. Tell me the favorite one. Yeah. Truthfully, they all have different types of charms. I like this beach because it's large, and if it gets too crowded, you can continually walk. And there's other little beaches. Okay. So if I'm with my wife or whomever, well, when I'm with my wife, not whomever, we walk and we would, there's little hideouts and different things. Okay, you can go on and you can be very secluded and it becomes very romantic. When I'm just wanting a little barbecue and friends or whatever, I like Jepson's Cove. So Jepson's Cove is a cove like this one, but it's a little bigger. Okay. And it's kind of hidden. So even though people may come and walk across you, they may not see you. Okay. You know what I mean? So and it's a little party. You can have a little party atmosphere. Like, Really? Anything group of 10 or smaller, it's perfect. Okay. Nice. I like Johnson Bay. Where is that? Johnson Bay is much further in the Smiths. Okay. That's just pure biasness, I guess. I grew up around there. And the reason I like that beach is because when you out of the sand, you can walk over 1 minute and you can be in the sound, which is great. Have a great day, all right? It's the great sound, and then Okay. you can go swimming and rinse off all the sand in natural salt water. So you don't need to shower, and the sound is just a different feeling. That's nice. What's your name? My name? Yeah. Delton. You born in Bermuda? Born and raised. Okay. That's And great. raising. Okay. That's great actually. Okay, I'll come back. Let me just go and see how the beach is. Yeah, thank you. Appreciate. 5 മണിയായി, 10 മിനിറ്റേ ഉള്ളൂ. അയാള് വെറുതെ ഞാൻ പോയി സംസാരിച്ച കണ്ടില്ലേ, പുള്ളി 10 മിനിറ്റ് എന്നെ കത്തി വെച്ചു. ഇതാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് കേസ്.
ദേ വിൽ ജസ്റ്റ് കീപ്പ് ഓൺ ടോക്കിംഗ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. ഇനി അങ്ങോട്ട് പോകുന്ന രാജ്യങ്ങളിലൊക്കെ ഇതുപോലത്തെ ആൾക്കാരൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും ദിസ് ഈസ് റിയലി ഗുഡ്. ഇതിലും നല്ല ബീച്ചിൽ ഞാൻ ഇന്നലെ പോയത്. സദേൺ സൈഡിലുള്ള ബീച്ച് ഈസ് റിയലി ഗുഡ്. ഇവിടെ എങ്ങനെ സെറ്റപ്പ് എന്നറിയാമോ? അവിടെ നമുക്ക് വേണമെങ്കിൽ പോയിരിക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു മലയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലം. കൊള്ളാമല്ലേ? ഇവിടെ ലൈഫ് ഗാർഡും പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്. 5 മണിയാകുമ്പോഴത്തേക്കിനും എല്ലാവരും പൂട്ടിക്കെട്ടി പോകും ഗൈസ്. കാരണം നമ്മളാണ് ഈ വെയിലത്ത് ബീച്ചിലോട്ട് പോകാത്തത്. ബാക്കിയുള്ളവരെല്ലാം വെയിലത്താണ് ബീച്ചിൽ വരുന്നത്. മനസ്സിലായില്ലേ? രാവിലെ മുതൽ വെയിൽ കനക്കുന്ന സമയം വരെ എല്ലാവരും ബീച്ചിൽ കിടക്കും. നമ്മളിങ്ങനെ വൈകിട്ട് വെയിലൊക്കെ പോകുമ്പോഴത്തേക്കിനായിരിക്കും നമ്മൾ ബീച്ചിൽ പോകുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ചു പോകും. അതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? ഇവിടെ ബീച്ചിൽ താറാവും കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നതാണോ? എനിക്ക് നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ വരികയുള്ളൂ. സോ ഇങ്ങനത്തെ ഈ സാധനങ്ങളെ ഷെയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അതിനിവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇത് കൊള്ളാട്ടോ ബീച്ച്. അത്യാവശ്യം അങ്ങോട്ട് നടന്നൊക്കെ പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബീച്ചാണ്. അപ്പുറത്തൊരു പ്രൈവറ്റ് ബീച്ച് പോലെ വേറെ ഒരു സ്ഥലമുണ്ട്. ഇവിടെയുണ്ട്. നൈസ്. ആ വെള്ള കളറിലെ മാൾഡീവ്സിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള മണ്ണാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. സോ എന്തായാലും ലെറ്റ് മീ ഗോ ആൻഡ് എൻജോയ് സം ബീച്ച്. ഹോഴ്സ് ഷൂ ആകൃതിയിലുള്ള ഒരു ബീച്ച് ആയതുകൊണ്ടാണ് ഇതിനെ ഹോഴ്സ് ഷൂ ബീച്ച് എന്ന് പറയുന്നത്. ചെറിയ ക്ലിഫ് സൈഡിലുള്ള ഒരു ബീച്ചാണ്. 2-3 ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയുണ്ട്. ഭയങ്കര നീറ്റാട്ടോ. ഭയങ്കര നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം കച്ചറ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് നീറ്റാണ്, ക്ലീനാണ്. ഇതൊക്കെ വാട്ടർ. ഓഹോ, തുണി കൊടുത്തിട്ട് ബീച്ചിലിറങ്ങുന്ന ഇവിടുത്തെ ഏക വ്യക്തി ബാക്കിയാരും പെണ്ണുങ്ങൾ മാത്രം തുണി എടുത്തിട്ട് ബീച്ചിലിറങ്ങുള്ളൂ. ബാക്കിയാരും തുണി എടുത്തിട്ട് ബീച്ചിലിറങ്ങുമെന്ന് എനിക്ക് തോന്നില്ല. ഇവിടെ ആൾക്കാരെ ഇവിടെയൊക്കെ വന്നിട്ട് സ്നോർക്കിൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആ സ്നോർക്കിൾ എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഞാനത് എടുത്ത് വെച്ചതാണ് ബാഗിൽ. പിന്നെ ഞാൻ എടുത്ത് തിരിച്ച് മാറ്റി വെച്ച്. ശ്വേത, ഐ മിസ്സിങ് ദാറ്റ് നൗ. തണുപ്പ്. അയ്യോ, ഇത് കൊള്ളാം കേട്ടോ. നല്ല ബീച്ച്. എന്ത് കിട്ടില്ല ബീച്ചാന്ന് നോക്കി. ഇതുപോലെ ഇത്രയും നല്ല വെള്ളവും ഇത്രയും സേഫായിട്ട്. ഇത് ആഴമുണ്ടല്ലോ അങ്ങോട്ട് പോകുമ്പോൾ. ആഴമുണ്ട് ബീച്ചിവിടെ. ഇതിനടുത്തേക്ക് പോകാൻ പറ്റുമോ? ആഴമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നല്ല കിടില സ്ഥലം കേട്ടോ. നൈസ്. ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ സ്വിം ചെയ്യുന്നത് പോലെ സ്വിം ചെയ്യാൻ കഴിയും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായോ? ആഴമുണ്ട്. ഇവിടെ കാല് കുത്താൻ പറ്റത്തില്ല. അവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ നീന്തൽ പഠിച്ച് വന്നതിൻ്റെ ഇച്ചിരി അഹങ്കാരം കാണിക്കുന്നത് വേറൊന്നുമില്ല. കിടിലം ബീച്ച്. ഇഷ്ടപ്പെട്ടു. ഇന്ന് ഫുള്ള് ബീച്ചിലാണ്. അതായത് കടലിൽ തന്നെ കിടന്നിങ്ങനെ തകർക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. എനിക്ക് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഇതൊക്കെ വന്ന് നല്ല കിടിലം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന മെജോറിറ്റി ആൾക്കാരും അവർ എന്താ പറയുക, ക്രൂസ് ഷിപ്പിൽ വന്ന ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ 2-3 ക്രൂസ് ഷിപ്പ് വന്ന് നടപ്പുണ്ട്. അത് ഒരു ക്രൂസ് ഷിപ്പ് വന്ന് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി വരുമല്ലോ. ഇങ്ങനെ വലിയൊരു 2,500-3,000 മുതൽ 5,000 പേര് വരെയൊക്കെ ഒരു ക്രൂസ് ഷിപ്പിലൊക്കെ ഉണ്ടാവും. സോ ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഈ ഐലൻഡിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങ് ദൂരെ ഒരു ഹോട്ടലുണ്ട്. അതിന് താഴെ വേറെ ഒരു ഹോട്ടൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ബീച്ചിലാണ്. ആ ഹോട്ടലിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ ബീച്ചും പിന്നെ വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളും പിന്നെ കുറേ സ്ഥലങ്ങളും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതാണ് ഈ ചെറിയ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹോഴ്സ് ഷൂ ബീച്ച് എന്ന് പറയുന്നത്. ഹോഴ്സ് ഷൂവിൻ്റെ ആകൃതിയിലുള്ള ബീച്ചാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഹോഴ്സ് ഷൂ ബീച്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും ഇതിൻ്റെ അപ്പുറത്തും അങ്ങനെ ആയിട്ട് പല സ്ഥലത്തായിട്ട് നമുക്ക് പല രീതിയിലുള്ള പല കളറിലുള്ള ബീച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഹോഴ്സ് ഷൂ ബീച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല നീല നിറത്തിലുള്ള കിടിലം കിടുക്കാച്ചി ബീച്ച്. എത്ര ദൂരം വേണമെങ്കിലും കടലിലേക്ക് നടന്നു പോകാം എന്ന് പറയാൻ പറ്റില്ല. കുറേയൊക്കെ അത്യാവശ്യം നടന്നു പോകാൻ പറ്റുന്ന ഒരു കിടിലം ബീച്ച്. ഞാനിവിടെ ഡ്രോൺ പറത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അനീറ്റ എന്ന് പറഞ്ഞ പേരുള്ള ഒരു പുള്ളിക്കാരി വന്നു. ബഹുമടക്കാരിയാണ് പുള്ളിക്കാരി. വന്ന് എനിക്ക് ഡ്രോൺ പറത്താൻ സംഭവിച്ചില്ല. എന്നോട് കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ച് വിടൂല. അപ്പോൾ എന്നെ അവിടെ പിടിച്ച് നിർത്തി കുറേ കാര്യങ്ങൾ സംസാരിപ്പിച്ച് ഞാൻ അന്നേരത്തേക്കും ഡ്രോൺ ലാൻഡ് ചെയ്തു. പുള്ളിക്കാരി രാവിലെ വന്നതാണ് ഇവിടെ. ആ സമയത്ത് എൻ്റെ ക്യാമറ ഓണല്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പുള്ളിക്കാരി രാവിലെ വന്നതാണ് ഇവിടെ. രാവിലെ വന്നിട്ട് അവരിവിടെ രാവിലെ തൊട്ട് വൈകിട്ട് ഇപ്പോൾ 5 മണി കഴിഞ്ഞു. 5 മണി വരെ ഇവിടെ ബീച്ചിൽ കിടന്ന് തകർത്ത് 5 മണിയാകുമ്പോൾ എല്ലാവരും പോകും. നമ്മളൊക്കെ 5 മണിക്കല്ലേ ബീച്ചിൽ പോകുന്നത്. പക്ഷേ പുറത്തങ്ങനല്ല. പുറത്ത് എല്ലാവരും രാവിലെ വന്നിട്ട് നേരം സൺസെറ്റ് ആകുന്നതിന് മുമ്പ് എല്ലാവരും ബീച്ചിൽ നിന്ന് പോകും. 5 മണിയാകുമ്പോഴേ പോകും. സൂര്യൻ വിട്ട് വെളിച്ചത്തിൻ്റെ ആ ഒരു ശക്തി കുറയുമ്പോഴേ എല്ലാവരും ബീച്ചിൽ നിന്ന് പോകും. എന്നിട്ട്
അവരിവിടെ രാവിലെ തൊട്ട് ഇവിടെ ഭയങ്കര സ്പോട്ടിംഗ് ആയിരുന്നു. ആ മീനുണ്ട്, ഈ മീനുണ്ട്, മറ്റത് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു ഫിഷിനെ ഇപ്പോൾ കാണിച്ചു തന്നു. ആ ഫിഷ് ഇവിടെ ഉണ്ട്. ഞാൻ ഡ്രോണിൽ പറത്തി ആ ഫിഷിൻ്റെ വീഡിയോ എടുത്തു. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ എന്നോട് അവിടെ നിന്ന് സംസാരിച്ചു. ആ ഫിഷ് അവിടെ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു പേര് എനിക്കറിയാമല്ലോ, അവരുടെ ഒരു പേര് പറഞ്ഞായിരുന്നു. അതിന് ഷാർപ്പ് ടീത്ത് ഉണ്ട്. അതിവിടെ വന്നിട്ട് ഈ ആൽഗെ കഴിക്കും. അതിന് വേണ്ടിയാണ് അതിവിടെ വരുന്നതെന്നാണ് പുള്ളിക്കാരനോട് പറഞ്ഞത്. അവിടെ ഉണ്ട്. കണ്ട അത് പോയണ്ട കണ്ട, അവർ ഈ ആൽഗെ കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡ്രോണിൽ അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. 2-3 ഫിഷ് ഉണ്ട്. മുന്നേ കിടിലെ ഫിഷ് നോക്കി, അടിപൊളി. ഇത് യമണ്ട ഫിഷ്, നമ്മുടെ രോഹു കട്ട്ളയൊക്കെ പോലെ അതേപോലെ ഇരിക്കും. അങ്ങനെ ഞാൻ ഇതിൽ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞാനിവിടെ ബർമുഡയിൽ കണ്ടത്. നിങ്ങളും കണ്ടില്ലേ കുറേ ലോക്കൽ ഇൻട്രാക്ഷൻസ്. ഹൗസ് ദാറ്റ്? എൻ്റെ ബർമുഡ ട്രിപ്പ് യാഥാർത്ഥ്യമായി ഗൈസ്. ഞാൻ ആക്ച്വലി ഇവിടെ 2 ദിവസം നിന്നാൽ മതിയായിരുന്നു. ഒരു ദിവസം ഞാൻ എക്സ്ട്രാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കാണാമല്ലോ. ഇത് ഇത്രയും കാശ് മുടക്കി വന്നതല്ലോ ഇവിടെ. ഇനി നമ്മൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നോ? ഇല്ലല്ലോ. വൺസ് ഇൻ എ ലൈഫ് ടൈമേ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. ബീച്ചിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കാല് കഴുകാനായിട്ട്, ചെരുപ്പ് കഴുകാനായിട്ട് ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങനെ തിരിച്ചു പിടിക്കണം, വെള്ളം വേസ്റ്റ് ആകരുതല്ലോ, അതിന് വേണ്ടി. ഇതിനകത്ത് ഷവർ ഏരിയ ആണ്. എനിക്ക് ഷവർ ഏരിയസ്, ഇതൊക്കെ ഷവർ ഏരിയസ് ആണ് കേട്ടോ. എന്തോ സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ രാജ്യം ഫുള്ള് 5 സ്റ്റാർ ആണ് കേട്ടോ. ഫുൾ ഷവർ ഏരിയസ്. അപ്പോൾ നിങ്ങൾക്ക് കുളിക്കാം, ലിറ്ററലി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാം. അതിന് വേണ്ടിയുള്ള സൗകര്യമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നൈസ്. നല്ല വൃത്തിയുള്ള ബാത്റൂം, നല്ല വൃത്തിയുള്ള പബ്ലിക് ബാത്റൂം ഞാൻ ആദ്യമായിട്ട് എത്രയും കാണുന്നത്. എന്തായാലും ഞാനിന്ന് കുളിച്ചു. ബാത്റൂം കണ്ടപ്പോൾ കുളിക്കാൻ തോന്നി. സോ ഞാനും കുളിച്ചു. ഇനി നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഈ ബൈക്ക് ഓടിച്ച് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വല്ല കാറ് റെൻറ്റിനെടുത്താൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ കാറ് റെൻറ്റിന് കിട്ടൂല, അതാണ് പ്രശ്നം. പിന്നെ ഉള്ളത് മറ്റേ ട്വിസ്റ്റിയോ അങ്ങനെ എന്തോ സാധനമാണ്, ട്വിസ്സി. അതാണെങ്കിൽ ഇലക്ട്രിക്കാണ്. ഈ കാണുന്ന സ്ഥലത്ത് താഴെ ലോങ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നില്ല, കാരണം ബീച്ച് കഴിഞ്ഞ് മതിയായി. ബീച്ച് കിട്ടുന്നത് മതിയായി. ലോങ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വലത്തോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്കിവിടെ താഴെ ഒരു ഏരിയ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ആണ് വാർവിക് എന്ന് പറയുന്നൊരു സ്ഥലം. അതായത് വാർവിക് ബേ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടെ താഴെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്ന കാണാം. അവിടെ എന്നാ പരിപാടി നോക്കട്ടെ താഴെ. അത് കണ്ടോ? ഓ, ഇത് പൊളിച്ച് പോലെ രക്ഷയില്ല, കിടില സ്ഥലം. ഓ, ഇതെന്തോന്നടേ ഇത് കണ്ടോ? നോക്കി, എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്ക്. നമ്മുടെ വിൻഡോസിൻ്റെ അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയൊക്കെ വാൾപേപ്പറായിട്ട് കാണുന്ന ടൈപ്പ് ഒരു ഏരിയ. നോക്കി, എന്ത് കിടില സ്ഥലമാണെന്ന് നോക്ക്. ഓടിപ്പൊളിയെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. ഇതിൽ താഴേക്കൊക്കെ നടന്നു പോകാം. ഇത് പ്രൈവറ്റ് ബീച്ചൊന്നുമല്ല. നമുക്കിവിടെ താഴേക്ക് നടന്നു പോകാം, ആ ഒരു കോവിലേക്ക് പോകാം. ശരിക്കും ഭയങ്കര ഒരു കിടില സ്ഥലമാണ്. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇത് പൊളിച്ച്, ഇതൊക്കെ മിസ് ചെയ്ത്. ഇതൊക്കെയാണ് ശരിക്കും പോകേണ്ടത്. പക്ഷേ ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് കിട്ടൂല. മനസ്സിലായില്ലേ? നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ മേളിൽ നിന്ന് നോക്കണം, എന്നാലും നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ താഴെ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് അങ്ങോട്ടേക്കൊന്ന് കൊണ്ടുപോയി നോക്കാം. ഇത് പൊളിച്ച് കേട്ടോ സ്ഥലം. ഞാനിന്ന് കഴിക്കാനുള്ള ഫുഡും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കയറി വാങ്ങിച്ചു. സമയം ഇപ്പോൾ 6:30 മണിയായി കേട്ടോ. 6:30 ആയിട്ടും നേരെ ഇരുട്ടിയിട്ടില്ലല്ലോ. അതായത് എന്താ പറയുക, ഇവിടെ ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് നേരെ ഇരുട്ടുന്നത്. 6:30 ആകുമ്പോഴും നേരെ ഇരുട്ടില്ല. ഓരോ സ്ഥലത്തും അതിൻ്റെ ആയിട്ടുള്ള സമയത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ബീച്ചിൽ കുളിച്ചിട്ട് നനഞ്ഞ് കുളിച്ച ഡ്രസ്സ് ഞാൻ ഒരു 10-20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും ഉണങ്ങി ഗൈസ്. ആഹാ, അടിപൊളിയാണല്ലോ. ഞാനിവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഫുള്ള് വെടിപ്പായി ഗൈസ്. ഇവിടെ എല്ലാം വെട്ടി വൃത്തിയാക്കി. ഇവർ ഗാർഡൻ ലോണൊക്കെ വൃത്തിയാക്കി വെച്ചു. ഇതാണ് ഞാൻ 25,000 രൂപ കൊടുത്ത് 2 ദിവസത്തേക്ക് താമസിച്ച ഇവിടുത്തെ വീട്. ഈ നാട്ടിലെ ഏറ്റവും റേറ്റ് കുറഞ്ഞ വീട്, ആനി ചേച്ചിയുടെ വീട്. ഇവിടെ ഭയങ്കര വ്യൂ ആണ്. ഇവിടെ നിന്ന് കടലൊക്കെ കാണാം, സീ വ്യൂ ആണ് അങ്ങ് ദൂരെ. പക്ഷേ എനിക്കിവിടെ ഡ്രോൺ പറത്താൻ പറ്റില്ല, കാരണം ഇത് എയർപോർട്ടിനടുത്താണ്.
അതാണ് ഇവിടുത്തെ സംഭവം. അപ്പോൾ അനുചേച്ചിയും ഭർത്താവും പുറത്ത് പോയി തോന്നുന്നു, അവരുടെ മിനി കൂപ്പർ കാണുന്നില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. നെക്സ്റ്റ് ഡേ അങ്ങനെ നമ്മൾ ബർമുഡയോട് വിട പറയാൻ പോവുകയാണ്. ഒന്നിനു മുമ്പായിട്ട് എയർബിഎൻബിയിലൊക്കെ താമസിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം. എയർബിഎൻബി അല്ല, ഹോട്ടൽ റൂം ആണെങ്കിൽ പോലും ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് ബേസിക്കലി. സോ നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെയൊക്കെ നമ്മൾ ഇടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമ്മളിന്ന് രാവിലെ അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനത്തിലാണ് കേസ് പോകാൻ പോകുന്നത്. അമേരിക്കൻ എയർലൈൻസ് മുതൽ കയറിയിട്ടുള്ളൂ. അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനത്തിൽ ഇവിടെ നിന്ന് ബാക്ക് ടു നമ്മൾ ന്യൂയോർക്കിൽ പോയിട്ട് ന്യൂയോർക്കിൽ നിന്ന് നമുക്ക് ട്രെയിനിൽ കയറി ഫിലഡൽഫിയ പോകണം. അങ്ങനെയാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ബൈക്ക് കൊണ്ട് കൊടുക്കണം, അതാണ് അടുത്ത ചടങ്ങ്. ഇപ്പോൾ പെട്ടിയെടുത്ത് ബൈക്ക് വെച്ചിട്ട് ബൈക്ക് കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിലോ ടാക്സിയിലോ എങ്ങനെയെങ്കിലും എയർപോർട്ടിലേക്ക് പോകേണ്ടി വരും. അത് പിന്നെ ഒന്നൊരു 2 കിലോമീറ്റർ താഴെ ഉള്ളൂ. സോ വി ക്യാൻ മേക്ക് ഇറ്റ്. ലെറ്റ്സ് സീ. Hi, I have some garbage. Where should I keep it? You can leave it there and I'll take it out. I'll keep it here. Okay, yes, because today is trash day. Okay. Just put it outside the door there and I'll take it down to the garbage. From where? Just put it outside the Just door. outside? Yeah. Okay. And I'll take it down when I do. Okay, thank you. So, goodbye my room. ഞാനിവിടെ ബർമുഡയിൽ കണ്ട ഏറ്റവും ബഡ്ജറ്റ് അക്കോമഡേഷൻ ആയിരുന്നു ഗൈസ് ഇത്. സോ it's time to go. ഈ എൻ്റെ സോക്സ് എടുത്തില്ല. Yeah, we can take it here. Okay. So you're also going for walk? Yes. I met your husband yesterday. Oh, you said. Yeah. He was making some food or something. Okay. Yeah, it's the chef of the house. He's the chef of the house. Okay, that's nice. Yeah, he gets to. I think he loves cooking, I guess. Yes, he does. Okay. He loves it. I mean, All right. like you said, we're both retired, but we're busier than we were. That's a great thing, right? It is. It Yeah. keeps the mind going. It Yeah, that's keeps true. me young. Okay, anyway, thank you for hosting me. Yes. See you again. Thank And you. Yes, all the best. yeah, thank and you. Look out for your site. Yeah, sure. I'll send you. I have your number, right? So I'll send you the video. Correct. Yeah, Do see you. that. Do that. Sure. Thank you. Bye-bye. Okay. Bye. Yeah. Right. Safe. Yeah, thank you. Safe travel. Yeah, thank you. എന്തല്ല പരിപാടി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇതുപോലെ ഈ എയർബിഎൻബി ഒക്കെ ചെയ്യണം എന്നുള്ളത്. ഞാൻ ഉടനെ ചെയ്യും. ഞാൻ എറണാകുളത്ത് ഞാൻ ഉടനെ ഒരു എയർബിഎൻബി ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇതുപോലെ ആളുകളൊക്കെ വരുമ്പോൾ അവരെ ഞാൻ ഹോസ്റ്റ് ചെയ്യും. വെറുതെ അല്ലല്ലോ, പൈസ കിട്ടത്തില്ലേ. അപ്പോൾ ബൈ ബർമുഡ അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. അയ്യോ ദൈവമേ, സ്റ്റാർട്ടായി. കിടില സ്ഥലമായിരുന്നു ഗൈസ്. അമ്മേ, ഇനി ഞാൻ ഈ പെട്ടി, അയ്യോ ഈ കൂതറ വണ്ടി, ഈ വണ്ടി മാത്രമായിരുന്നു ഇവിടുത്തെ ഒരു കൂതറ സംഭവം. ഇത്രയും പൈസ ഞാൻ 3 ദിവസത്തേക്ക് ഈ ബൈക്കിന് $180 കൊടുത്തത്. 3 ദിവസത്തേക്ക് ഈ ബൈക്കിന് $180 എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം 17,000-18,000 രൂപ അടുപ്പിച്ച് വരും. ഇത്രയും പാട്ടൊരു വണ്ടിക്ക് നമ്മുടെ നാട്ടിൽ 5,000 രൂപ പോലും കൊടുക്കണ്ട. അത്രയും രൂപയ്ക്ക് ഈ വണ്ടി കിട്ടും. എൻ്റെ പൊന്നൊന്നും പറയണ്ട. ബ്രേക്കൊക്കെ കിട്ടുമോ ആവോ. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുന്നത്, രാവിലെ ഈ ബൈക്ക് കൊണ്ടുപോയി നമ്മൾ അവിടെ എയർപോർട്ടിനടുത്ത് ഇവരുടെ ഒരു കടയുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകും. അതെങ്ങനെ പോകുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഇവിടുത്തെ ബസ്സിൽ ഈ വലിയ പെട്ടി കയറ്റി തരാം, അതാ പ്രശ്നം. 1 2 3 4 ഓക്കെ, താങ്ക് യു. $9 ഒരു വണ്ടി ഫുൾ ടാങ്ക് അടിച്ചാണ്. $9 എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? $9, $10 എന്ന് പറഞ്ഞാൽ ഏകദേശം 700-800 രൂപയായി. കുഴപ്പമില്ല, സാറേ. ഇവിടെ ഈ പമ്പിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇവിടെ ഇവരുടെ ഒലിയാൻഡർ എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ ബൈക്ക് റെൻറ്റിനെടുക്കുന്ന സ്ഥലമുണ്ട്. ഞാനിവിടെ നല്ല വണ്ടി എടുത്തത്, ഞാൻ എടുത്തത് വേറെ സ്ഥലത്തു നിന്നാണ്. സോ അപ്പം നമുക്കിപ്പോൾ ഇവിടെ തൽക്കാലം ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി, റിട്ടേൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരാം. സോ വി കീപ് ഇറ്റ് ഹിയർ. സോ ഐ എം ഗോയിങ്, ഇനി എയർപോർട്ട് പോകണം. ನೀವು ಏರ್ಪೋರ್ಟ್ ಕೊಡೋಣ ಹೋಗೋದು ಗ್ಯಾಸ್ ಸ್ಟೇಷನ್ അങ്ങനെ വരെ ടാക്സി വരുമാ? ഓക്കെ ഫൈൻ. ഓക്കെ, സീ യു. താങ്ക് യു. ബൈ. ബൈ. How much should I pay you? You could just make me a donation. I keep this bag here? Sure. Okay, thank you. Appreciate it. Thank you. Good this morning? Yeah, good. Be cheap, you know? Okay. But not fun because you're stressed. You know, you're riding your moped in peace. What's your name? My name is Tico. Chico. Yeah, they call me Tico Taxi. Okay. Okay. I'm just killing time to my next job, you know? So what else you do? Me, I'm a local promoter. I do boxing events, comedy shows, magic shows. Really? Yeah. So are you the performer or you are the organizer? I'm the promoter.
Oh, promoter. Okay, I okay. bring them in from all over the world. Oh, I turn kids here locally, I turn them pro. wow. Yeah, so That's nice. I bring in comedians and magicians from all over the world as well. Really? Yeah. That's great. That's great. Okay. It's a lot of work, but this is my other company, Epic Transport. Oh, cool. Okay. So you have plenty of vehicles? I have 7 in the taxi family, in the family taxi business. Nice. That's great. Your airport is also beautiful. It's And this is a new airport. a new airport. Yeah, built by a Canadian artist, yeah? Canadian artist. No, Okay. not a That's Canadian cool. company, not Ah, okay. Okay. Fine. Here you go. Bless you. Thank you. All right. Thank Have you. a good day, buddy. Yeah. You too. Bye bye. Glad to help. Yep. Safe flight, okay? Yeah. Thank you. $10 കൊടുത്ത് വിളിക്കും. ഞാനിപ്പോൾ ഒരു ബസ്സിൽ കയറി വരണമെന്നുണ്ടെങ്കിൽ ഞാൻ $4 കൊടുക്കണം മിനിമം. എയർപോർട്ടിൽ ആരും ഇല്ലല്ലോ. ചെക്കിന് എന്തുവാണ് ഇവർ ഇവിടെ ആൾക്കാരും നേരത്തെ വരത്തുണ്ടാവില്ല, നമ്മളല്ലേ നേരത്തെ വന്നത്. ഞാനായിരിക്കും മിക്കവാറും ആദ്യം പോയി ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ ന്യൂ എയർപോർട്ട്, LF Wade International Airport. സോ വി ഗോ ഇൻസൈഡ് ടു ദ ചെക്ക് ഇൻ കൗണ്ടർ. എവിടെ ഗൈസ്? ഇവിടെ ആരും ഇല്ല ഗൈസ്. ചെക്കിനൊന്നും തുടങ്ങിയിട്ടില്ല. അമേരിക്കൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് ഇവർക്ക്. അതായത് നമുക്ക് വൺ വേൾഡിൻ്റെ മെമ്പർ, ഇപ്പോൾ ഖത്തറൊക്കെയാണ് വൺ വേൾഡാണ്. വൺ വേൾഡിൻ്റെ മെമ്പർ, അങ്ങനെയുള്ള പല മെമ്പർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രയോറിറ്റി കിട്ടും. അതാണ് സംഭവം. 12:30-ക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം രാവിലെ 10 മണിയായി. ഇവിടെ ചെക്കിൻ പോലും തുടങ്ങിയിട്ടില്ല. ഒരു മനുഷ്യനില്ല. അതെങ്കിൽ അടിപൊളി. ആകെ ഒരു 4-5 പേര് എന്നെ പോലെ വന്നവരിവിടെ വെയിറ്റ് ചെയ്ത് പോകണ്ട, അത്രേ ഉള്ളൂ. വേറെ ആരുമില്ല. എനിക്ക് എന്തോന്നടേ ഇത്. അമേരിക്കൻ എയർലൈൻസിലാണ് ഞാൻ പോകാൻ പോകുന്നത്. അമേരിക്കൻ എയർലൈൻസ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ബാഗ് ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ വി ഗോ ഇൻസൈഡ് ആൻഡ് എന്താ ചെയ്യുക, ലോഞ്ചിൽ കയറി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. ഇവിടെ സെക്യൂരിറ്റി ചെക്കെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ തുറന്നു വരണം ഗൈസ്. നമ്മൾ ബർമുഡയിൽ വെച്ച് തന്നെ US ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തു. അത് ഗംഭീര സംഭവമായിരുന്നു. ഞാൻ അവിടെ സെക്യൂരിറ്റി ചെക്കിൽ കുറച്ച് ഡിലേ ആയെന്നുണ്ടെങ്കിലും അവർ സെക്യൂരിറ്റി ചെക്ക് ഓഫ് അതൊക്കെ തുറന്നു വരണമായിരുന്നു. അതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ 2-3 മണിക്കൂറായിട്ട് ഇവിടെ ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. സോ അവർ തുറന്നു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് US ഫ്ലൈറ്റിന് US ഇമിഗ്രേഷൻ ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇമിഗ്രേഷൻ, അതായത് ബേസിക്കലി നമുക്ക് ഇപ്പം അബുദാബി എയർപോർട്ടിലുണ്ട് ആ പരിപാടി. അങ്ങനെ ചില എയർപോർട്ടുകളിൽ, അയർലൻഡിലുണ്ട്, അങ്ങനെ ഐസ്ലാൻഡിലില്ല. അങ്ങനെ ചില എയർപോർട്ടുകളിൽ ഈ പ്രീ ക്ലിയറൻസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ US പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് US ഇമിഗ്രേഷൻ ചെയ്യും. അപ്പോൾ US ഇമിഗ്രേഷൻ ചെയ്തു. അസ്യൂഷനൊന്നും ചോദിച്ചില്ല. എന്താ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഐ എം ഓൺ മൈ ഹോളിഡേയ്സ്, ഐ എം ഗോയിങ് ടു ന്യൂയോർക്ക്, ദെൻ ഐ ഗോ ടു മയാമി, ദെൻ ഐ ഗോ ടു ബഹാമസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ട്രിപ്പ് പ്ലാനൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. സോ അത് കഴിഞ്ഞു. സോ നമ്മൾ വി ആർ ബർമുഡയിൽ വെച്ച് തന്നെ വി ആർ ഇൻസൈഡ് US നൗ. US ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തു. ഇനി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ഇറങ്ങി പോകുന്ന പോലെ പോകാൻ തോന്നും. എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാലും നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് ഇതുപോലെയുള്ള വെള്ളവും കടലും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇത് US പോകുന്ന ടെർമിനലാണേ. അതായത് നമുക്ക് US പോകുന്ന ആൾക്കാർക്ക് ഈ സ്ഥലത്തു നിന്നാണ് വിമാനങ്ങൾ പോവുക. മറ്റത് വേറെ, അങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് കടലൊക്കെ കാണാൻ പറ്റും. സോ നമുക്ക് ഇവിടെയും നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ എയർപോർട്ടിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ഇന്ത്യക്കാരനെ കണ്ടു ഗൈസ് ഇവിടെ വന്നിട്ട്. നമുക്കിവിടെ ലോഞ്ച് ആക്സസ് ശരിക്കും $59 ഒരാൾക്ക് കൊടുക്കേണ്ടത്. പ്രയോറിറ്റി പാസും ലോഞ്ച് കീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളവർക്ക് യു ക്യാൻ എൻ്റർ ഫോർ ഫ്രീ. എൻ്റെ അമ്മോ ഒരിക്കലും വണ്ണം പാറും. ഇത്രയും സാധനങ്ങൾ വെച്ചിരിക്കുന്ന പാറ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രാവിലെ ഫുഡൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഉള്ളത്? ബർഗറാണെങ്കിൽ ബർഗർ, എന്താ പറയുക, വണ്ണോ സിനമൺ ബേഗലാണ് വെച്ചിരിക്കുന്നത്. മുട്ടയുണ്ട്, കുഴപ്പമില്ല, കഴിക്കാം. എന്താണ് എടുക്കാം? എന്തോത് കഴിക്കുക, എങ്ങനെ കഴിക്കുക അറിയില്ല. എങ്ങനെ കഴിക്കുക നമുക്ക് നോക്കാം. ഞാനവിടെ ഉണ്ടായിരുന്ന ഇതിൽ സാധനങ്ങളൊക്കെ എടുക്കാൻ തോന്നുന്നു. അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യുക, ഉള്ളതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. മുട്ടയുണ്ട് 2 അത് കഴിക്കാം. ഇനി ബീഗൾ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. പക്ഷേ ബീഗളല്ലല്ലോ, എന്തായാലും ബേഗൽ. ഈ ലോഞ്ചിനകത്തും ഷവറൊക്കെ ഉണ്ട്. എനിക്ക് ഇത് ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ടോയ്ലറ്റും പിന്നെ ഷവർ റൂമും. നൈസ്, അടിപൊളി. അയ്യോ എന്തൊക്കെ സൗകര്യങ്ങളല്ലേ ഒരു എയർപോർട്ട് ലോഞ്ചുകളിലൊക്കെ നമുക്ക് കിട്ടുന്നത്. ഞാനൊരു വീഡിയോ ചെയ്യാം എയർപോർട്ടിലൊക്കെ എങ്ങനെയാണ് ഫ്രീ ആയിട്ട്, പ്രത്യേകിച്ച് അൺലിമിറ്റഡ് ലോഞ്ച് ആക്സസ് ഒക്കെ കിട്ടുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഫുള്ള് ഓട്ടോമാറ്റിക് സെൻസറാണ്. ഇത് കണ്ടില്ല, കൈ കാണിച്ചാൽ മതി, ഡോറൊക്കെ തന്നെ നമുക്ക് വേണ്ടി തുറന്നു തരും. എന്തൊക്കെ പരിപാടികളൊക്കെ തുറക്കേ വേണ്ട, കൈ പോലും ഉപയോഗിക്കുന്ന. താങ്ക് യു, ബൈ. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് ഈസ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾറെഡി സ്റ്റാർട്ടഡ്. സോ വി ഗോ.
നമുക്ക് കുപ്പി കയ്യിലുണ്ടെങ്കിൽ പൈസ ലാഭിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് എയർപോർട്ടുകളിലുള്ള ഈ ഒരു സമ്പ്രദായം. ഞാൻ പണ്ടൊന്നും ഇത് യൂസ് ചെയ്യാറില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. കാരണം ഭയങ്കര ട്രാവൽ കോസ്റ്റ് കുറയ്ക്കണ്ടേ. നമ്മുടെ നാട്ടിലൊക്കെ റേറ്റ് കുറവല്ലേ, ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മുതലാവില്ല ഗൈസ്, ഭയങ്കര എക്സ്പെൻസീവ് ആണല്ല. ഉള്ള വിമാനങ്ങളിലെല്ലാം പ്രയോറിറ്റി ബോർഡിങ്ങും പ്രയോറിറ്റി സംഭവങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ മെമ്പർഷിപ്പ് ലെവൽ കൂടി വന്ന് നമുക്ക് അങ്ങനെ കുറേ ഫെസിലിറ്റീസ് കിട്ടും. ഫ്രീ ആയിട്ട് സീറ്റ് സെലക്ട് ചെയ്യാം, ബാഗേജ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു കുഞ്ഞ് വിമാനത്തിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്, ഒരു സ്മോൾ എയർക്രാഫ്റ്റ്. ഹലോ, വൺ വേൾഡ് 11 വൺ വേൾഡ്. ഇതിനകത്ത് ബിസിനസ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, 2 സീറ്റ്. Yeah, I haven't downloaded anything. താങ്ക് യു സോ മച്ച്. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ ഈ സാധനം. ഇത്രയും ചെറിയ ഫ്ലൈറ്റ് ആയിരിക്കും ഞാൻ കരുതിയില്ല. ഇത് എയർബസ് A319 വിമാനമാണ്, അമേരിക്കൻ എയർലൈൻസിൻ്റെ. ഏകദേശം 10-12 വർഷം പഴക്കമുള്ള ഒരു വിമാനമാണ്. ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്, അത് ഇതിനകത്ത് വൈഫൈ ഒക്കെ ഉണ്ട്, പക്ഷേ അത് പൈസ കൊടുത്ത് വാങ്ങണം. പിന്നെ ലെഗ് സ്പേസ് ഒക്കെ വളരെ ശോകമാണ് ഗൈസ്, വെരി പൂർ. എയർബസ് 319 EOW 1020 റിവിഷൻ അമേരിക്കൻ സേഫ് ട്രാവൽസ് ബ്ലാ ബ്ലാ ബ്ലാ. ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് കയറുന്നത്. ഇത് കൊള്ളൂല ഗൈസ്, ഒരു സുഖമില്ല ഗൈസ്. ഡെൽറ്റയോ ജെറ്റ് ബ്ലൂ ഒക്കെ എടുത്താൽ മതിയായിരുന്നു. വൈഫൈ ആൻഡ് ഫ്രീ എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വൈഫൈ പൈസ കൊടുക്കണമെന്നാണ് തോന്നുന്നത്. കണക്ട് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ബർമുഡ നഗരത്തിനോട് വിട പറയാൻ പോവുകയാണ്. ഇവിടെ ക്യാബിൻ സെക്യൂർ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പല ആൾക്കാരും ഈ വിൻഡോ ഷെയ്ഡ്സ് ഒന്നും തുറന്നിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇവിടെ എന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. എയർപോർട്ടിൻ്റെ സൈഡിലുള്ള ഒരു ബീച്ചാണ്, നോക്കി അടിപൊളി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് വന്നു. വേറെ ഡയറ്റ് കോക്കും സാധാരണ കോക്കും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രെറ്റ്സൽസ്, ബിസ്ക്കറ്റും ഉണ്ട്, ബിസ്ക്കറ്റ്. അങ്ങനെ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അമേരിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ സെയിം ജോൺ എഫ് കെന്നഡി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്, JFK എയർപോർട്ട്, ന്യൂയോർക്ക്. ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു സീറ്റായിരുന്നു ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇന്ത്യനെ 2 മണിക്കൂറത്തെ കയറിലേ ഉള്ളൂ, കുഴപ്പമില്ല. ഫുൾ ഫ്ലൈറ്റ് ആയിരുന്നു. ഇവിടെ മറ്റേ ഇതൊക്കെയുണ്ട് കേട്ടല്ലേ, ഇതിൻ്റെ ബാക്കിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇരിപ്പ് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല, എനിക്ക് സുഖമായിരുന്നില്ല. താങ്ക് യു. അങ്ങനെ നമ്മൾ വീണ്ടും അമേരിക്കയിലെത്തി ഗൈസ്. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ എൻട്രിയാണ് ടു അമേരിക്ക. ആദ്യം നമ്മൾ വന്നു, 2ാമത് നമ്മൾ വന്നു, 3ാമത് നമ്മൾ വന്നു. പക്ഷെ 3 തവണ വന്നതും JFK എയർപോർട്ടിലാണ്. നമ്മൾ ഡൊമസ്റ്റിക് പോലെയാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്, കണ്ടില്ലേ? ഡൊമസ്റ്റിക് ആണോ ഇത്? എങ്ങനെയാണ് ഇത് സംഭവം? അതെ, നമ്മൾ നേരെ അമേരിക്കയിലേക്ക് അങ്ങ് വന്ന് ഇറങ്ങിയിരിക്കുക. ഇത് നമുക്ക് എങ്ങോട്ട് വേണേൽ കയറിപ്പോവാം. വാ, ഇത് കൊള്ളാം കേട്ടോ പരിപാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം, ബാഗ് കളക്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഫിലഡൽഫിയയ്ക്ക് ട്രെയിൻ എടുത്ത് പോകണം. അതങ്ങനെയാണ് പരിപാടി. എനിക്ക് ബർമുഡയിൽ നിന്ന് ഫിലാഡൽഫിയക്കുള്ള ട്രെയിൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. 35,000-40,000 രൂപയ്ക്കാണ് കാണിച്ചത്. ഇത് തന്നെ എനിക്ക് ഏകദേശം 20,000-ന് മുകളിലായി ഇവിടേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. ബർമുഡ വാസ് വൺ ഓഫ് ദ എക്സ്പെൻസീവ് പ്ലേസസ് ഐ ഹാവ് എവർ വിസിറ്റഡ് സോ ഫാർ എന്ന് പറഞ്ഞിരിക്കുന്നത്.
അമേരിക്കയിലെ എയർപോർട്ടാണ് പറയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ സാധനം ഒന്നും വർക്ക് ചെയ്യുന്ന പോലെയില്ല, ഒക്കെ ഓഫാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അമേരിക്കൻ എയർലൈൻസിൻ്റെ ടെർമിനലായിരുന്നു, ഒരു പഴഞ്ചൻ ടെർമിനലായിരുന്നു, അതുകൊണ്ടായിരിക്കും അറിയില്ല. ബാഗേജ് ക്ലെയിം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ നമ്മുടെ വളരെ ആയല്ലോ. അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു പഴയ ഒരു വിമാനം വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു മോഡൽ ഉണ്ട്. അപ്പോൾ അതെ അടിപൊളി ഒരു വർക്ക് നോക്കി, വിൻഡ് ബ്രെത്ത് ഓഫ് വിങ്സ് എന്നും പറഞ്ഞുകൊണ്ട് ചാൾസ് ഫസീനോ ചെയ്ത വർക്കാണ്. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ ബാഗേജ് കളക്ഷനിലേക്കാണ് കേസ് വന്നത്. അത് പൊളിച്ച് എൻ്റെ പെട്ടി വന്നേക്കുന്നത് അവിടെ. ഓ മൈ പെട്ടി ഈസ് ഹിയർ. അത് പൊളിച്ചിട്ടാ, അത് പക്ക ടൈമിങ്. അത് മാത്രമല്ല നമുക്ക് ഇമിഗ്രേഷനൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞുകൊണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല എല്ലാം. എക്സ്ക്യൂസ് മീ, യെസ് ദേർ ഈസ് മൈ പെട്ടി ഗയ്സ്. നമുക്കിനി ഇവിടെ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകണം, അതായത് പെൻ സ്റ്റേഷനിലേക്ക് പോകണം. എനിക്ക് അവിടെ നിന്ന് ട്രെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഫിലാഡൽഫിയക്കുള്ള ട്രെയിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് 2 ട്രെയിൻ മാറി കയറണം ന്യൂയോർക്ക് സിറ്റി പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ എയർപോർട്ടിൽ നിന്ന് എയർ ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടിയുണ്ട്. ഈ എയർ ട്രെയിനിൽ കയറിയിട്ട് ജമൈക്ക എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പോയി ഇറങ്ങണം. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഇറ്റ്സ് ഗോസ് ടു ജമൈക്ക, റൈറ്റ്? ജമൈക്ക. യാ, താങ്ക് യു. അങ്ങനെ നമ്മൾ ജമൈക്ക എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ജമൈക്ക രാജ്യമല്ല, ജമൈക്ക സ്റ്റേഷൻ ഗൈസ്. $8.50 സോറി $8 നമുക്ക് ഈ ഒരു ട്രെയിനിന്, എയർപോർട്ട് എക്സ്പ്രസ് ട്രെയിനിന് കൊടുക്കേണ്ടത്. $8 എന്ന് പറയുമ്പോൾ ഇതിന് എത്ര രൂപയല്ലേ എന്നാലിച്ചേക്ക്. പക്ഷേ ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് പോകുന്ന ട്രെയിനിന് $3 താഴെ എഴുതുകയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് ഇനി അടുത്ത ട്രെയിനിൽ കയറിയിട്ട് വി ഹാവ് ടു ഗോ ടു സിറ്റി. അതിപ്പോൾ ഒരു 45 മിനിറ്റ്സ് സമയം എടുക്കും. എത്രയും ദൂരം എടുക്കും ഇവിടെ നിന്ന് അവിടെ വരെ എത്താൻ. ഇവിടെ പൈസ കൊടുക്കാതെ പോകുന്നവരുണ്ട് കേട്ടോ. അപ്പം കാർഡ് ടാപ്പ് ചെയ്താൽ മതി, സിമ്പിളായിട്ട്. യെസ്, സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് സബ്വേയിൽ കയറണം. സബ്വേയിൽ കയറിയിട്ട് നമുക്ക് 45 മിനിറ്റ്സ് യാത്ര ചെയ്യണം. ഇവിടെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനും അതാ നോക്കൂ, ഫുള്ള് കഞ്ചാവിൻ്റെ മണം ഗൈസ്. ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം മണം തുടങ്ങും. എല്ലാവരും ഇങ്ങനെ പല സ്ഥലത്ത് നിന്ന് വലിച്ചോണ്ടിരിക്കല്ലേ. എൻ്റെ അമ്മ വണ്ടി കണ്ടോ, ഫോർഡിൻ്റെ ഒരു കിടിലൻ ട്രക്കാണ്. അതൊക്കെ എന്ത് വലിപ്പമാണ് അത്, F750യോ? അതിൻ്റെ വലിപ്പം കണ്ടോ, എന്തോ വണ്ടിയാന്ന് എനിക്ക് ശരിക്കും കിട്ടില്ല വണ്ടി. ഓ, എനിക്കിത് കണ്ടിട്ട് കൊതിയാവുന്നു ഫോർഡിൻ്റെ ഓരോ വണ്ടികളൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഏത് ട്രാക്കിലാണ് പോകേണ്ടത്? ഇവിടെ നിന്ന് ട്രാക്ക് 7 ബാബിലോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. നമുക്കിനി ഇവിടെ നിന്ന് സബ്വേ ആണ് തപ്പേണ്ടത്. ഇത് മറ്റേ റെയിൽവേ ആണ്. ഇവിടെ ഒരു അധോലോക ഫീലാണ് കേട്ടോ. ഇവിടെ വന്നിറങ്ങി കഴിയുമ്പോഴത്തേക്കിനും മൊത്തത്തിൽ ഈ ജമൈക്ക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെനയില്ലാത്ത സ്ഥലമാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ എന്തെങ്കിലും ആട്ടെ, അപ്പോൾ നമുക്ക് വിൽ ഫൈൻഡ് അവർ നെക്സ്റ്റ് ട്രെയിൻ. ഐ ഡോണ്ട് നോ ഫ്രം വേർ, ലെറ്റ്സ് സീ. ഇതാണ് ഈ ട്രെയിൻ. ഇവിടെ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യാം, ഇറങ്ങിപ്പോകാം. സിമ്പിൾ പരിപാടി കഴിച്ചു. സോ ഈ ട്രെയിൻ വീണ്ടും താഴേക്ക് ഇറങ്ങി പോകണമല്ലോ. എത്ര കയറി എത്ര ഇറങ്ങി, അയ്യോ മതിയായി. നടന്ന് തന്നെ നമ്മുടെ അടപ്പ് ഇറക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഹായ്, ഇസ് ദിസ് വൺ ടു പെൻ സ്റ്റേഷൻ? This side or this side? How to find that? I have no idea. Okay, fine. Thank you. അവർക്ക് അറിയില്ല. എന്നോട് ചോദിക്കുക. Hi, is this the one to Penn Station? Yeah, I do take you to Penn Station. Yeah, thank you. Hey, ഇവിടെ ട്രെയിൻ വന്നല്ലോ. അമേരിക്കൻ സബ്വേ, ന്യൂയോർക്ക് സബ്വേ, ലോക പ്രശസ്തവും കുപ്രസിദ്ധവുമായിട്ടുള്ള ന്യൂയോർക്ക് സബ്വേ ട്രെയിനാണ് ഗൈസ്. ഇത് സീറ്റ് കിട്ടണം, കാരണം 10-35 മിനിറ്റ് യാത്രയുണ്ട്. അയ്യോ, ആളുണ്ടേ. വികറ്റിൻ്റെ കാണട്ടോ, ഇതിൽ വേണ്ട, ഇതിൽ തന്നെ കാണാം. This is an outbound express train. The next stop is Jamaica. Stand clear of the closing doors, please. അങ്ങനെ നമ്മളെത്തി ഗൈസ്, പെൻ സ്റ്റേഷനെത്തി. പെൻ സ്റ്റേഷൻ. അയ്യോ, ഇനി 3 മണിയായി. 3 മണി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇനി 2 മണിക്കൂർ സമയമുണ്ടല്ലോ. സോറി, വഴിമാറണ മുണ്ടക്കൽ ശേഖര. ഇനി 2 മണിക്കൂർ സമയം ഞാൻ എന്നാ ചെയ്യും? ഇനി ആക്ച്വലി ഇവിടെ വലിയൊരു അബദ്ധം പറ്റി. എന്താ അറിയാമോ, ഞാൻ പറയാം. എൻ്റെ അമ്മ ഇതെങ്ങനെ പോവാ? പെട്ടി ഞാനും എല്ലാം കൂടെ ആയിട്ട് പെട്ടി അടി കൂടെ വിടാം. യെസ്. അയ്യോ, മുഞ്ചിപ്പോയി. പെട്ടി ഞാൻ പൊക്കി കേട്ടണം കഴിച്ചു. അയ്യാ അമ്മേ. ആക്ച്വലി എന്താ സംഭവിച്ചെന്നറിയോ, ഞാൻ ഇവിടെ വന്ന് JFK ഇമിഗ്രേഷനൊക്കെ ചെയ്തിട്ട് പതുക്കെ
പുറത്തിറങ്ങാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് 5 മണിക്കത്തെ ട്രെയിൻ എടുത്തത്. കാരണം JFK ഇമിഗ്രേഷൻ അത്യാവശ്യം തിരക്കുണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ ഇമിഗ്രേഷൻ ഇല്ലായിരുന്നതുകൊണ്ട് പറഞ്ഞില്ല. ഇതെവിടെയാണ് വന്നേക്കുന്നത്? ഇതാണോ പെൻ സ്റ്റേഷൻ? ഞാനിത് ഏതോ ഒരു സ്ഥലത്താണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കട്ടെ. ട്രെയിൻ സ്റ്റേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കട്ടെ. കയറി വന്നപ്പോഴത്തേക്കിന് നോർവീജിയൻ ക്രൂസ് ലൈനിൻ്റെ പരസ്യമൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഫിലഡൽഫിയ നിന്ന് മയാമിയിൽ നിന്നും ബഹാമസിൽ നിന്നും ടർക്ക് ആൻഡ് കെയ്ക്കോസ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ വരെ നമ്മൾ പോകും. സെയിൻറ്റ് ലൂഷ്യ, സെയിൻറ്റ് വിൻസെൻറ്റ്, സെയിൻറ്റ് കിറ്റ്സ്, സിൻ മാർട്ടിൻ, പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകുന്നത് ഞാൻ തന്നെ മറന്നുപോയി. പിന്നെ ജമൈക്ക ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഗൈസ്. കരീബിയൻ, വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ് കൺട്രികളിലെല്ലാം നമ്മൾ പോകുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ദാറ്റ്സ് ഇറ്റ്. ഇത്ര പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവണം. നല്ല വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ യാത്രകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഇരിക്കും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്നോട് പറയുക ഏത് രീതിയിൽ മാറ്റണം എന്നുള്ളത് ഞാൻ മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. TV യിൽ കാണുന്നവരൊക്കെ ഫോൺ എടുത്തിരുന്ന് കമൻറ്റ് ചെയ്യുക. അപ്രിഷ്യേറ്റഡ് ആയിരിക്കും ആ കാര്യമൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുന്ന് ബാക്കിയുള്ള കാഴ്ചകൾ നാളെ കാണാം. ബൈ.